രമേശി, ഓ, കേരളത്തിൽ നിന്നുള്ള മലയാളി ഗായകർക്ക് ഹിന്ദുസ്ഥാനി ഗാനങ്ങൾ വഴങ്ങുന്നില്ല എന്നൊരു പറച്ചിലുണ്ട്. നമ്മൾ മലയാളികളല്ലേ, മലയാളം കേട്ട് വളർന്ന സിംഗേഴ്സ് ഇതൊക്കെയാണ്. നമ്മളെല്ലാ പാട്ടുകളും കേൾക്കുക, അവർക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ അഡോപ്റ്റ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏത് മ്യൂസിക്കും നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, പാടുന്നത് നല്ലതാണ്. എന്തിനും ശുദ്ധി എന്നൊരു സംഭവം ഉണ്ടാക്കിയിരിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദുസ്ഥാനി സംഗീതം വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒരു ലയം അതിനകത്ത് വരണ്ടേ. മറ്റേതിനകത്താണെന്ന് ഇപ്പം എവിടെങ്കിലൊക്കെ പിടിച്ച് നിൽക്കാം നമുക്ക്. സ്വരങ്ങള് പ്ലെയിൻ നോട്ട്സിന്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ഭയങ്കര ഭംഗി. ഇപ്പം പമഗരി സനി സരി ഗമ പദനി സാനി ധവ മദ പമഗരി സനി രീ സ എന്നുള്ളത് മദനര സനി ധവ ധവ മദ പമഗരി നിരെ പമഗരി ഗരി നിര. അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ഗമക പ്രധാനമല്ല അല്ല. സരി പമദ പമഗരി എന്ന് പാടുന്നില്ല. പമഗരി രേ ഗമദനി മദനി സാനി രേ രേ മദ സനി മഗ. ഈ ഇങ്ങനെ സാ പഠിക്കോ, സാ സനി ധവ മഗരി സനി ധവ മഗരി സനി ധവ മഗരി സധവ മഗ സനി ധവ മഗരി. ഇങ്ങനെയുള്ള ഗമ ടെക്നിക്സ് ഉണ്ട്. ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ ഇത് രണ്ടും പഠിക്കണം, എന്നാലേ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് രണ്ടിലും വെൽവേഴ്സ് ആകുകയും ചെയ്യാം. അതെ, ഈ അടിച്ചുപൊളി ഗാനങ്ങളെ ഈ സ്റ്റേജിൽ പാടുന്നതിന് മിടുക്കിയാണ് സോണി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹമാണോ അതോ ആൾക്കാരെ കയ്യിലെടുക്കാനാണോ? അല്ല സർ, ഞാൻ പാടി തുടങ്ങിയത് ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു. അതായത് ആദ്യം നിലാപ്പൊങ്കലായാലോ അത് പാടിക്കൊണ്ടിരുന്നപ്പോൾ ജൂപ്പിറ്റർ ഓർക്കസ്ട്ര ഞാനും അൻവർ സാദേട്ടനും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാഗരയിൽ നിന്ന് എനിക്ക് ട്രിവാൻഡ്രം സാഗര എന്നെ വിളിച്ചു. അവിടെ നസീറങ്കിളാണ് എനിക്ക് ആ ഒരു പാട്ട് എൻ്റെ വോയിസിന് ചേരും എന്ന് പറഞ്ഞിട്ട് സുബി പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പാടുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. വെറൈറ്റി സിംഗർ എപ്പോഴും വെറൈറ്റി മാത്രം പാടും, മെലഡി പാടാൻ വേറൊരു സിംഗർ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ സുബി സുബി, അത് അടിപൊളി ഒരു പാട്ടാണ്. ദേശീയ ഗാനം എന്നാണ് എല്ലാരും പറയുന്നത്. ആണോ? സോണിയുടെ ദേശീയ ഗാനമാണ് സുബി സുബി.